ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള 10 നുറുങ്ങുകൾ. ബന്ധങ്ങളിലെ സംഘർഷം ആസ്വാദ്യകരമല്ല, പക്ഷേ വളർച്ചയ്ക്കും ആധികാരികക്കും അത് പ്രധാനമാണ്. ആരോഗ്യകരമായ ബന്ധസംഘർഷം ശക്തവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു ബന്ധത്തിന്റെ അടയാളമാണ്. ന്യായമായി പോരാടാൻ പഠിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും നമ്മളെയും നമ്മൾ സ്നേഹിക്കുന്നവരെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം വർദ്ധിപ്പിക്കാനും കഴിയും. ബന്ധങ്ങളിലെ സംഘർഷം എന്താണ്? ബന്ധങ്ങളിൽ സംഘർഷം ഉണ്ടാകുന്നത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ വിയോജിക്കുമ്പോഴൊക്കെയാണ്. ആക്രമിക്കപ്പെടുകയോ വിമർശിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ സംഘർഷം ഏതൊരു ബന്ധത്തിന്റെയും ഒരു സാധാരണ ഭാഗമാണ്. അത് ആരോഗ്യകരമാകുമ്പോൾ സംഘർഷം ഒരു ബന്ധത്തിന് നല്ലതായിരിക്കും. എന്നാൽ ബന്ധങ്ങളിലെ അനാരോഗ്യകരമായ സംഘർഷം പങ്കാളികളുടെ ക്ഷേമത്തെ ബാധിച്ചേക്കാം. ദുർബലമായ രോഗപ്രതിരോധശേഷി, ഹൃദയസംബന്ധമായ പ്രശ്നങ്ങൾ, പൊണ്ണത്തടി, ഉയർന്ന രക്തസമ്മർദ്ദം, വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ബന്ധങ്ങളിലെ അനാരോഗ്യകരമായ സംഘർഷത്തിന്റെ ഒരു രൂപം ശത്രുതാപരമായ സംഘർഷമാണ്. അവിടെ അഭിപ്രായവ്യത്യാസങ്ങൾ, വിമർശനം, പ്രതിരോധം, അവഹേളനം, വ്യക്തിപരമായ ആക്രമണങ്ങൾ എന്നിവ നിറഞ്ഞ ചൂടേറിയ വാദങ്ങളായി വളരുന്നു. ഇതിൽ മുൻകാല പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതും പരസ്പരം കുറ്റപ്പെടുത്തുന്നതും അധിക്ഷേപിക്കുന്നതും ഉൾപ്പെട്ടേക്കാം. ബന്ധങ്ങളിലെ ആരോഗ്യകരമായ 3 സംഘർഷ ശൈലികൾ ഇവയാണ്. ഒഴിവാക്കൽ. ചില അഭിപ്രായവ്യത്യാസങ്ങളെ മാറ്റിനിർത്തുക. എല്ലാ പ്രശ്നങ്ങളും ഉടനടി പരിഹരിക്കേണ്ടതില്ലെന്നോ ചില സംഘർഷങ്ങൾ നിസ്സാരമാണെന്നോ തിരിച്ചറിയുക. അസ്ഥിര. വാത്സല്യവും നർമ്മവും സന്തുലിതമാക്കി വികാരഭരിതവും വൈകാരികവുമായ ചർച്ചകൾ നടത്തുക. ഇത് ദമ്പതികളുടെ സംഘർഷ പരിഹാരത്തിലേക്ക് നയിക്കുന്നു, അതിൽ നീരസം നിലനിൽക്കില്ല. സാധൂകരിക്കൽ. പരസ്പരം കാഴ്ചപ്പാടുകളും വികാരങ്ങളും അംഗീകരിക്കുകയും ഒരു പരിഹാരം കണ്ടെത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. പ്രക്രിയയിലുടനീളം ബഹുമാനവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുക. ആരോഗ്യകരമായ സംഘർഷം ദമ്പതികൾക്ക് പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനൊപ്പം വിയോജിപ്പുകളും ഉണ്ടാകാൻ അനുവദിക്കുന്നു. ഈ സമീപനം ബന്ധത്തിന് കേടുപാടുകൾ വരുത്തുന്നതിനുപകരം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അഭിപ്രായവ്യത്യാസങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ബന്ധങ്ങളിലെ സംഘർഷത്തിന്റെ കാരണങ്ങൾ. സംഘർഷങ്ങൾക്ക് പല ഉറവിടങ്ങളുണ്ടാകാം. ഒരു ദമ്പതികൾക്ക് വലിയ കാര്യം മറ്റൊരു ദമ്പതികൾക്ക് അത്ര പ്രധാനമല്ലായിരിക്കാം. ബന്ധങ്ങളിൽ സംഘർഷമുണ്ടാകുന്നതിനുള്ള ചില പൊതുവായ മേഖലകൾ ഇതാ. ലൈംഗികത. ലൈംഗിക അഭിലാഷത്തിലോ ആവൃത്തിയിലോ തുടക്കത്തിലോ ഉള്ള പൊരുത്തക്കേട്, അല്ലെങ്കിൽ ലൈംഗിക പ്രതീക്ഷകളിലും പെരുമാറ്റങ്ങളിലും അശ്ലീല സാഹിത്യത്തിന്റെ സ്വാധീനം എന്നിവ നിരസിക്കപ്പെടുന്നതായി തോന്നുന്നതിനോ ശാരീരിക അടുപ്പത്തിനായുള്ള ആഗ്രഹം കുറക്കുന്നതിനോ നയിച്ചേക്കാം. ധനകാര്യം. ധനകാര്യം, ചെലവ്, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ. രക്ഷാകർതൃത്വം. അച്ചടക്കം, വിദ്യാഭ്യാസം, മൂല്യങ്ങൾ, രക്ഷാകർതൃ റോളുകൾ, രക്ഷാകർതൃ രീതികൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ, ഭാവി ആസൂത്രണം എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. വിശ്വാസം. വിശ്വസ്തയെക്കുറിച്ചോ ഉദ്ദേശ്യങ്ങളെക്കുറിച്ചോ ഉള്ള സംശയങ്ങൾ. ജീവിത സാഹചര്യം. ദൈനംദിന ശീലങ്ങളിൽ അസ്വസ്ഥത തോന്നുകയോ വീട്ടുജോലികളും ഉത്തരവാദിത്തങ്ങളും എങ്ങനെ വിഭജിക്കണമെന്ന് വിയോജിക്കുകയോ ചെയ്യുക. സാങ്കേതികവിദ്യ. പങ്കിട്ട സമയത്ത് ഫോണിലോ മറ്റ് ഉപകരണങ്ങളിലോ ആയിരിക്കുകയും പൂർണ്ണമായും സാന്നിധ്യമില്ലാതിരിക്കുകയും ചെയ്യുക. ആശയവിനിമയം. ചെറിയ ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന അപര്യാപ്തമായ അല്ലെങ്കിൽ ഫലപ്രദമല്ലാത്ത ആശയവിനിമയം. അമ്മായിയമ്മമാർ. തീരുമാനങ്ങൾ, രക്ഷാകർതൃ ശൈലികൾ, അവധി ദിനങ്ങൾ, മുൻഗണനകൾ എന്നിവയിൽ കുടുംബത്തിൽ നിന്നുള്ള ഇടപെടൽ. വിപുലീകൃത കുടുംബം അതിരുകൾ മാനിക്കുന്നില്ല. ഒരുമിച്ചുള്ള സമയം. ഒറ്റയ്ക്ക് ചെലവഴിക്കുന്ന സമയവും ഒരുമിച്ചുള്ള സമയവും തമ്മിലുള്ള തെറ്റായ പ്രതീക്ഷകൾ. ബന്ധങ്ങളിലെ സംഘർഷം എങ്ങനെ പരിഹരിക്കാം? ദമ്പതികൾ തമ്മിലുള്ള 69% സംഘർഷങ്ങളും പരിഹരിക്കാനാവാത്തതാണെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. അതായത് 31% ബന്ധസംഘർഷങ്ങൾ മാത്രമേ പരിഹാരത്തിൽ അവസാനിക്കൂ. തുടക്കത്തിൽ ഈ സംഖ്യ ഞെട്ടിക്കുന്നതായി തോന്നുമെങ്കിലും ഈ പരിഹരിക്കാനാവാത്ത സംഘർഷങ്ങൾ സാധാരണയായി ബന്ധങ്ങളിലെ വ്യക്തികളുടെ വ്യക്തിത്വ സവിശേഷതകൾ, മുൻഗണനകൾ, മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ്. പരിഹരിക്കാവുന്ന സംഘർഷങ്ങളിൽ വൃത്തിയാക്കൽ, ചെലവ്, രക്ഷാകർതൃ ശൈലികൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ, വ്യക്തിപരമായ ശീലങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ദൈനംദിന വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ഏതൊരു ബന്ധത്തിന്റെയും സാധാരണ ഭാഗമാണ് സംഘർഷങ്ങൾ. ഒരു ബന്ധത്തിൽ സംഘർഷം എങ്ങനെ നന്നായി കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്നത് നിങ്ങളുടെ ബന്ധം ശക്തമായി നിലനിർത്തുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കും. വിവാഹത്തിലും മറ്റ് ബന്ധങ്ങളിലും സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ചില പ്രായോഗിക നുറുങ്ങുകൾ ഇതാ. 1. 4 കുതിരപ്പടയാളികളെ സൂക്ഷിക്കുക. ബന്ധങ്ങളിലെ സംഘർഷ പരിഹാരത്തിന് തടസ്സമാകുന്ന 4 വിഷസ്വഭാവങ്ങൾ ഉണ്ടാകാം. വിമർശനം, പ്രതിരോധം, കല്ലെറിയൽ, അവഹേളനം. അവയിൽ നിന്ന് എങ്ങനെ അകന്നു നിൽക്കാമെന്ന് ഇതാ. വിമർശനം. ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നതിനുപകരം സൗമ്യമായ ഒരു തുടക്കം ഉപയോഗിക്കുക. നമുക്ക് സംസാരിക്കാൻ ഒരു സമയം ആസൂത്രണം ചെയ്യാൻ കഴിയുമോ? എനിക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുക. നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നതിനുപകരം നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് സംസാരിക്കുക. നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ
ഞാൻ എന്ന പ്രസ്താവനകൾ ഉപയോഗിക്കുക. അത്താഴ സമയത്ത് നിങ്ങൾ ഫോണിൽ സമയം ചെലവഴിക്കുമ്പോൾ എനിക്ക് വേദനയും അവഗണിക്കലും തോന്നുന്നു. പ്രതിരോധശേഷി എത്ര ചെറുതാണെങ്കിലും സംഘർഷത്തിലെ നിങ്ങളുടെ പങ്ക് അംഗീകരിക്കാൻ ശ്രമിക്കുക. ഇത് ഒരു അഭിപ്രായ വ്യത്യാസം രൂക്ഷമാക്കാൻ സഹായിക്കുന്നു. ഭൂതകാലം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കല്ലെറിയൽ തർക്കത്തിൽ നിന്ന് ഒരു ഇടവേള ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ പറയുക. നിശബ്ദത പാലിക്കുകയോ വിശദീകരിക്കാതെ പോകുകയോ ചെയ്യരുത്. എനിക്ക് ശാന്തനാകാനും ഞാൻ എങ്ങനെ പ്രതികരിക്കണമെന്ന് ചിന്തിക്കാനും ഒരു ഇടവേള എടുക്കേണ്ടതുണ്ട്. 20 മിനിറ്റിനുള്ളിൽ നമുക്ക് തിരിച്ചുവന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാമോ? അവഹേളനം, പരിഹാസം, കണ്ണുകൾ ഉരുട്ടൽ, അധിക്ഷേപം എന്നിവ ഒഴിവാക്കുക. ഈ പെരുമാറ്റങ്ങൾ അനാദരവ്, സഹാനുഭൂതിയുടെ അഭാവം എന്നിവ കാണിക്കുന്നു, സാധാരണയായി ബന്ധങ്ങളിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നു. 2. സ്വീകാര്യത സ്വീകരിക്കുക. ആരോഗ്യകരമായ ഒരു ബന്ധത്തിന്റെ ഒരു വലിയ ഭാഗം നിങ്ങളുടെ പങ്കാളിയുടെ ചിന്തകളോ അഭിപ്രായങ്ങളോ മാറ്റാൻ കഴിയില്ലെന്ന് അംഗീകരിക്കുക എന്നതാണ്. പകരം അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നതിലും ബഹുമാനിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പങ്കാളിയെ അവർ ആരാണെന്ന് അംഗീകരിക്കുകയും അവരെ മാറ്റാൻ ശ്രമിക്കാതെ തന്നെ അവരുടെ പെരുമാറ്റം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് വിശദീകരിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു മൂല്യവിഷയത്തിൽ നിങ്ങളുടെ പങ്കാളിയുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുന്നതിനുപകരം അവരുടെ കാഴ്ചപ്പാട് ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. വ്യത്യാസങ്ങൾ നിങ്ങളെ എങ്ങനെ തോന്നിപ്പിക്കുന്നുവെന്ന് ശാന്തമായി പങ്കിടുകയും നിലവിലുള്ള വിഷയത്തിൽ ബഹുമാനപൂർവമായ ഒരു മധ്യനിരയിൽ എത്താൻ കഴിയുമോ എന്ന് നോക്കുകയും ചെയ്യുക. 3. വ്യക്തമായി ആശയവിനിമയം നടത്തുക. നിങ്ങളുടെ പങ്കാളിയെ കുറ്റപ്പെടുത്താതെ നിങ്ങളുടെ അനുഭവം വ്യക്തമായും നേരിട്ടും വിവരിക്കുക. ഓരോ വിഷയവും ചർച്ച ചെയ്യുക. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുന്നത് സംഘർഷങ്ങൾ പരിഹരിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാക്കും. നിങ്ങൾ വൈകി അത്താഴത്തിന് എത്തുമ്പോൾ, നിങ്ങൾ വൈകിയെന്ന് എന്നെ അറിയിക്കാതെ വരുമ്പോൾ എനിക്ക് അനാദരവ് തോന്നുന്നു. 4. ടെക്സ്റ്റ് ഫൈറ്റ് ചെയ്യരുത്. ടെക്സ്റ്റിനെച്ചൊല്ലി തർക്കിക്കുന്നത് ഒഴിവാക്കുക. സ്വരത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ നഷ്ടപ്പെടുന്നതിനാൽ ടെക്സ്റ്റിംഗ് ബന്ധങ്ങളിൽ എളുപ്പത്തിൽ സംഘർഷത്തിന് കാരണമാകും. ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ 55% ശരീരഭാഷയ്ക്കും 38% സ്വരത്തിനും കാരണമാകുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. ഈ പ്രശ്നത്തെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ നിങ്ങൾ കാത്തിരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങളുടെ പങ്കാളിയെ അറിയിക്കുക. 5. സജീവമായി കേൾക്കുക. നിങ്ങളുടെ പങ്കാളിയെ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിക്കുന്നതിനുപകരം അവർക്ക് പൂർണ്ണ ശ്രദ്ധ നൽകുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ കേൾക്കുന്നത് ആവർത്തിക്കുക. 2 മിനിറ്റ് നിയമം പരീക്ഷിക്കുക. ഒരാൾ 2 മിനിറ്റ് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ തടസ്സപ്പെടുത്താതെ ശ്രദ്ധിക്കുന്നു, തുടർന്ന് ശ്രോതാവ് അവർ കേട്ടത് ആവർത്തിച്ച് അവർക്ക് മനസ്സിലായെന്ന് സ്ഥിരീകരിക്കുക. 6. പടി അകലെ. വികാരങ്ങൾ അതിരുകടന്നാൽ വ്യക്തമായി ചിന്തിക്കാനും ശാന്തത പാലിക്കാനും പ്രയാസമാണ്. കാര്യങ്ങൾ വളരെ ചൂടേറിയതാണെങ്കിൽ ഒരു ഇടവേള എടുക്കാൻ സമ്മതിക്കുക. മിക്ക കേസുകളിലും ഇടവേള കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും ആയിരിക്കണം, പക്ഷേ 24 മണിക്കൂറിൽ കൂടരുത്. ഇടവേളയിൽ നടക്കുക, ശ്വസന വ്യായാമങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ശാന്തമായ സംഗീതം കേൾക്കുക തുടങ്ങിയ വിശ്രമം നൽകുന്ന എന്തെങ്കിലും ചെയ്യുക. നിങ്ങളുടെ പ്രത്യാക്രമണം ആസൂത്രണം ചെയ്യാൻ സമയം ചെലവഴിക്കരുത്. 7. ജിജ്ഞാസ നിലനിർത്തുക. ബന്ധങ്ങളിലെ സംഘർഷ പരിഹാരത്തിന്റെ ഒരു പ്രധാന ഭാഗം നിങ്ങളുടെ പങ്കാളിയുടെ കാഴ്ചപ്പാട് നന്നായി മനസ്സിലാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക എന്നതാണ്. തുറന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ആശയവിനിമയത്തിന്റെ പകുതിയെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. അത് സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് എന്നോട് കൂടുതൽ പറയാമോ? ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരുടെ വികാരങ്ങളെക്കുറിച്ച് നിങ്ങൾ കരുതുന്നുണ്ടെന്ന് കാണിക്കുന്നു, കൂടാതെ മികച്ച ധാരണയിലേക്ക് നയിക്കുകയും ചെയ്യും. 8. അടിസ്ഥാന നിയമങ്ങൾ സജ്ജമാക്കുക. നിങ്ങൾ രണ്ടുപേരും ശാന്തരായിരിക്കുമ്പോൾ ബന്ധങ്ങളിലെ സംഘർഷ നിയമങ്ങൾ സൃഷ്ടിക്കുക. ഇതിൽ പരദൂഷണം പറയാതിരിക്കുക, ആവശ്യമുള്ളപ്പോൾ ഇടവേളകൾ എടുക്കുക, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ വീണ്ടും പരിശോധിക്കുക എന്നിവ ഉൾപ്പെട്ടേക്കാം. വാദങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നത് തടയാൻ വ്യക്തമായ നിയമങ്ങൾ സഹായിക്കും. 9. നിങ്ങളുടെ ഭാഗം സ്വന്തമാക്കൂ. മിക്ക സംഘർഷങ്ങളിലും പങ്കാളികൾ രണ്ടുപേരും ചില ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്നു. നിങ്ങളുടെ ഭാഗം സമ്മതിക്കുന്നത് നല്ല മനസ്സ് വളർത്തിയെടുക്കുകയും നിങ്ങളുടെ പങ്കാളിയെ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പരസ്പര ഉത്തരവാദിത്തം പങ്കാളികളെ പരസ്പരം എതിർക്കുന്നതിനുപകരം ഒരുമിച്ച് പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. 10. നന്നാക്കൽ. ഒരു ബന്ധം നന്നാക്കുന്നതിൽ പങ്കാളിയുടെ അനുഭവങ്ങളും വികാരങ്ങളും സാധൂകരിക്കുക, ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തുക, വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ സൗമ്യമായ സ്പർശനമോ നർമ്മമോ ഉപയോഗിക്കുക തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുന്നത് ഉൾപ്പെടുന്നു. മനസ്സിലാക്കൽ പ്രകടിപ്പിക്കുന്നതിലൂടെയും അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നതിലൂടെയും നിങ്ങൾ രണ്ടുപേരും ഒരേ ടീമിലാണെന്ന് സ്ഥിരീകരിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് വിശ്വാസം പുനർനിർമ്മിക്കാനും നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്താനും കഴിയും. നിങ്ങളുടെ ബന്ധം മെച്ചപ്പെടുത്തുക. ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ പോലും ചില സമയങ്ങളിൽ ദുഷ്കരമായിരിക്കും. എല്ലാം സ്വയം പരിഹരിക്കേണ്ടതില്ല.
ദമ്പതികളുടെ തെറാപ്പി നിങ്ങളെ സംഘർഷങ്ങൾ പരിഹരിക്കാനും സന്തോഷകരവും ആരോഗ്യകരവും ശക്തവുമായ ഒരു ബന്ധം സൃഷ്ടിക്കാനും സഹായിക്കും. ഇത് പ്രതിസന്ധികൾക്ക് മാത്രമല്ല, വാസ്തവത്തിൽ ദമ്പതികളുടെ തെറാപ്പി ദൈനംദിന വെല്ലുവിളികളെ മറികടക്കാനും ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ആരോഗ്യകരമായ വഴികൾ പഠിക്കാനും നിങ്ങളെ സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.